गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ श्रीभगवानुवाच अनाश्रितः कर्मफलं कार्यं कर्म करोति यः स सन्न्यासी च योगी च न निरग्निर्न चाक्रियः यं सन्न्यासमिति प्राहुः योगं तं विद्धि पाण्डव न ह्यसन्न्यस्तसङ्कल्पो योगी भवति कश्चन आरुरुक्षोर्मुनेर्योगं कर्मकारणमुच्यते योगारूढस्य तस्यैव शमकारणमुच्यते यदा हीनेन्द्रियार्थेषु न कर्मस्वनुषज्यते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते उद्धरेदात्मनात्मानं नात्मानमवसादयेत् आत्मैव ह्यात्मनो बन्धुः आत्मैव रिपुरात्मनः बन्धुरात्मात्मनस्तस्य येनात्मैवात्मना जितः अनात्मनस्तु शत्रुत्वे वर्तेतात्मैव शत्रुवत् जिदात्मनः प्रशान्तस्य परमात्मा समाहितः शीतोष्णसुखदुःखेषु तथा मानापमानयोः ज्ञानविज्ञानतृप्तात्मा स्थितो विजितेन्द्रियः युक्त इत्युच्यते योगी समलोष्टाश्मकाञ्चनः सुहृन्मित्रार्युदासीनमध्यस्तद्वेष्य बन्धुषु साधुष्वपि च पापेषु समबुद्धिर्विशिष्यते योगी युञ्जीत सततम् आत्मानं रहसि स्थितः एकाकीयत चित्तात्मा निराशीरपरिग्रहः शुचौ देशे प्रतिष्ठाप्य स्थिरमासनमात्मनः नात्युच्छ्रितं नातिनीचं चैलाजिनकुशोत्तरम् तत्रैकाग्रं मनः कृत्वा यतचित्तेन्द्रियक्रियः उपविश्यासने युञ्ज्याद् योगमात्मविशुद्धये समं कायशिरोग्रीवं धारयन्नचलं स्थिरः सम्प्रेक्ष्य नासिकाग्रं स्वं दिशश्चानवलोकयन् प्रशान्तात्मा विगतभिः ब्रह्मचारी व्रते स्थितः मनः संयम्य मच्चित्तो युक्त आसीत मत्परः युञ्जन्नेवं सदात्मानं योगी नियतमानसः शान्तिं निर्वाणपरमां मत्संस्थामधिगच्छति नात्यश्नतस्तु योगोऽस्ति न चैकान्तमनश्नतः न चादिस्वप्नशीलस्य जाग्रतो नैव चार्जुन युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य योगो भवति दुःखः यदा विनियतं चित्तम् आत्मन्येवावतिष्ठते निःस्पृहः सर्वकामेभ्यो युक्त इत्युच्यते तदा यथा दीपो निवातस्थो नेङ्गते सोपमा स्मृता
യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യത്തെ സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ച പരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത് യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത് പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൽമഷഃ ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി യോഗി മയി വർത്തത്തെ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗി പരമോ മതഃ. ആത്മൗപമ്യേന ആത്മോപമ എന്ന് പറഞ്ഞാൽ ആത്മാ ഉപമീയതേ അനേന. എന്തിനെ കൊണ്ടാണോ ആത്മാവ് ഉപമിക്കപ്പെടുന്നത്, അനയ, ഉപമ സ്ത്രീലിംഗാണ്, ആത്മോപമ. അപ്പൊ ആത്മാവ് ഉപമീയതേ അനയ, യാതൊന്നിനെ കൊണ്ട് ആത്മാവ് ഉപമിക്കപ്പെടുന്നു, അതാണ് ആത്മോപമ. പൊതുവെ നമ്മൾ ചെയ്യാത്ത പരിപാടിയാ. ഒന്നിനോടും നമ്മൾ മറ്റൊന്നിനോട് ഉപമിക്കും, പക്ഷേ തന്നെ ആരോട് ഉപമിക്കണത് അങ്ങനെ അല്ലേ, അതില്ല. എന്നാൽ ആത്മോപമ അതിൻ്റെ ഭാവമാണ് ആത്മൗപമ്യം. അതിൻ്റെ ഭാവം ആ ആത്മൗപമ്യത്തോടുകൂടി സർവത്ര സമം പശ്യതി, സർവത്ര എല്ലായിടത്തും സമമായതിനെ കാണുന്നു. ഞാൻ തന്നെയാണ് എല്ലാം, എല്ലാമായി പ്രകാശിക്കുന്നത് ഞാൻ തന്നെയാണ്. എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും. എന്നിൽ ഏതൊരു ചൈതന്യമാണോ അത് തന്നെയാണ് എല്ലാത്തിലും. ഞാനാകുന്ന ഉണ്മയാണ് എല്ലാമായി പ്രഭാസിക്കുന്നത്. ഈ ഒരു ഭാവത്തിൽ ഇപ്പൊ ഭേദദൃഷ്ടിയില്ലാതെ സർവത്ര, അവിടെ സപ്തമിയാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയിൽ പ്രത്യേകം സപ്തമി അർത്ഥത്തിലാണ്. എല്ലാത്തിലും. ഇതൊരു ചോദ്യം വരുന്നുണ്ട്. ഈ സപ്തമി അർത്ഥം അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിവിടെ നിന്നല്ല, എവിടെ ആത്മൈകത്വം പറയുന്നുണ്ടോ
സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെന്ന തിരിച്ചറിവോടുകൂടിയുള്ള സമവ്യവഹാരം ശാസ്ത്രത്തിൽ എവിടെയൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ സപ്തമി വിഭക്തിയാണ്. അത് സർവത്തിലും സമദർശി എന്നൊരു ഒരു ഒരു പരാമർശം വന്നപ്പോൾ അവിടെ പൂർവപക്ഷി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ സർവത്തിലും സമദർശിത്വം എന്ന് പറഞ്ഞാൽ, സർവത്തിലും സമദർശിത്വം അല്ല, സർവത്തെയും സമമായി കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ധർമ്മശാസ്ത്ര വിരുദ്ധമല്ലേ എന്ന്. മോക്ഷശാസ്ത്രം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധാവരുത്, ധർമ്മശാസ്ത്രം മോക്ഷശാസ്ത്രത്തിന് വിരുദ്ധാവരുത്, ശാസ്ത്രങ്ങൾ പരസ്പരം വിരുദ്ധാവരുത്, അത് നിർബന്ധമാണ്. അപ്പം അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ധർമ്മശാസ്ത്രം അനുസരിച്ച് ഭിന്നത ഉണ്ട് വ്യവഹാരങ്ങളിൽ. അമ്മയോട് പെരുമാറുന്ന പോലെയല്ല പത്നിയോട് പെരുമാറേണ്ടത്, പത്നിയോട് പെരുമാറുന്ന പോലെയല്ല അമ്മയോട് പെരുമാറേണ്ടത്, ഗുരുജനങ്ങളോട് പെരുമാറുന്നത് പോലെയല്ല സമാനന്മാരോട് പെരുമാറേണ്ടത്, സമാനന്മാരോട് പെരുമാറുന്നത് പോലെയല്ല ശിഷ്യന്മാരോട് പെരുമാറേണ്ടത്. അങ്ങനെ ധർമ്മശാസ്ത്രം അനുസരിച്ച് ഭേദമുണ്ട്, ഭേദം ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ പറയുന്ന എല്ലാത്തിലും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അത് ധർമ്മശാസ്ത്ര വിരുദ്ധമാകില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യം ഗീതാ ചർച്ചയിൽ തന്നെയാണ് വരുന്നത്, ഭഗവത്ഗീതയിൽ തന്നെയാണ്, ഉപനിഷത്തിലാണോ അല്ല, ഗീതയിൽ തന്നെയാണ്. സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ എന്നുള്ള സൂത്രം, ധർമ്മസൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ. ഇപ്പം സമാസമന്മാർ ഉണ്ട്, സമന്മാരും അസമന്മാരും ഉണ്ട്. അവിടെ നമ്മൾ പൂജാവിഷയത്തിൽ വൈഷമ്യം വരുത്തുകയാണെങ്കിൽ അത് ധർമ്മവിരുദ്ധാകും. ഇതുപോലെ നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അപ്പോൾ അമ്മയും ഉണ്ട് മോളും ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അമ്മയും ഉണ്ട് മോനും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമുക്ക് രണ്ടുപേരെ അറിയാം, എന്നത് അമ്മയാണ് എന്നത് മോനാണെന്നറിയാം. മോൻ അഥവാ മോള് കുറച്ച് പ്രഭാവശാലിയാന്ന് വിചാരിച്ചോളൂ, കുറച്ച് ചില്ലാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഭാവമുണ്ട്. അപ്പം നമ്മൾ അമ്മയോട് അഭിവാദനം ചെയ്യാതെ മകനോട് അഭിവാദനം ചെയ്താൽ അല്ലെങ്കിൽ മകളോട് അഭിവാദനം ചെയ്താൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും ഉണ്ട്, അപ്പം ആദ്യം ശിഷ്യനെ അഭിവാദനം ചെയ്തു പിന്നെ ഗുരുവിനെ അഭിവാദനം ചെയ്താൽ തെറ്റാണ്. രാജാവും മന്ത്രിയുണ്ട്, ഇതൊക്കെ ധർമ്മശാസ്ത്രത്തിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം നിങ്ങൾ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് വിരുദ്ധമല്ലേ എന്ന് ചോദ്യം. അപ്പോഴാണ് അവിടെ പറയണത് എല്ലാത്തിനും ഒരുപോലെ കാണുന്നില്ല, വ്യവഹാരഭേദങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പാരമാർത്ഥികമായി ഏകത്വ ദൃഷ്ടിയോടുകൂടി എല്ലാത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെന്ന വ്യവഹാരമാണ്. അപ്പം അതുകൊണ്ട് സപ്തമിക്ക് അവിടെ വലിയ അർത്ഥമുണ്ട് ശാസ്ത്രത്തിലുടനീളം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശാസ്ത്രത്തിലൂടെ ക്രമമായി വന്നിട്ടുള്ളവരിൽ നിന്നത് ആ വ്യവഹാരത്തിൽ ഒരിക്കലും ദോഷം വരില്ല, കാരണം അവർ സമ്പ്രദായം ശീലിച്ചവരാണ്. അല്ലാച്ചാൽ ഈ വ്യവഹാര ദോഷങ്ങൾ സംഭവിക്കാം. രാജാവിൻ്റെ മുമ്പിലൊക്കെ ആണെച്ചാൽ കഴുത്ത് വരെ പോവും അല്ലേ? രാജാവിനെ അഭിവാദനം ചെയ്യാതെ മന്ത്രിനെ അഭിവാദനം ചെയ്താൽ കഴുത്ത് പോവും. അത് വ്യവഹാരത്തിൽ മുഴുവൻ ഉള്ളതാണ്. നമ്മൾ പ്രോട്ടോക്കോളിൽ ചിലർക്കൊന്നും അത് അറിയില്ല, വളരെ വിദ്യാഭ്യാസവും വിവരമുണ്ടെന്ന് അങ്ങനെ ഭൗതിക ജ്ഞാനം ഉദ്ദേശിച്ചല്ല, ആത്മജ്ഞാനമല്ല, ഉള്ളവർക്കും പലർക്കും അറിയില്ല ഈ പ്രോട്ടോക്കോളുകളുടെ വിഷയം. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രസിഡൻ്റാണെന്ന് വെച്ചാൽ ആദ്യം ഇന്ത്യൻ പ്രസിഡൻ്റാണ്, അത് കഴിഞ്ഞാലോ വൈസ് പ്രസിഡൻ്റാണ്, അത് കഴിഞ്ഞാലോ പ്രധാനമന്ത്രിയാണ്, അത് കഴിഞ്ഞാലോ ഗവർണർമാരാണ്, അതായത് സ്റ്റേറ്റ് ഗവർണർമാർ. അപ്പം ആ ഒരു ക്രമമുണ്ട്.
അത് വിഷമമാണ്, അത് സമമല്ല. അപ്പം പ്രധാനമന്ത്രിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യവും പ്രസിഡന്റിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രഭാവശാലി പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് പ്രഭാവശാലി. അതുകൊണ്ട് ആദ്യം പ്രധാനമന്ത്രിയെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കേസാവും പരിപാടി. അത് ചിന്തിക്കേണ്ടതാണ്. അപ്പം അതിനിവിടെ സർവത്ര എന്നുള്ള സപ്തമി ശ്രദ്ധിക്കണം. അപ്പോൾ സർവത്ര സമം പശ്യതി യഹ, ഹേ അർജുന. കുറേ നേരമായി ഇപ്പം വിളിച്ചിട്ട് ഇല്ലേ? വളരെ കുറച്ച് വിളിയേ ഉള്ളൂ ഈ 6-ാം അധ്യായത്തിൽ. മറ്റെല്ലാ അധ്യായങ്ങളിലും വളരെ കൂടുതലാണ്, വളരെ കുറവില്ല, 3-4 വിളിയേ ആകെ ഉള്ളൂ. ശരി അർജുന, സുഖം വാ യതി വാ ദുഃഖം, അനുകൂലാവട്ടെ പ്രതികൂലാവട്ടെ, സയോഗി പരമോ മത, അവനാണ് പരമയോഗി. നമ്മൾ ചിലപ്പോൾ ലോകത്തിൽ പരമയോഗി എന്ന് പറയുന്നത് ഒറ്റക്കാലിൽ നിൽക്കുന്നവനോ അല്ലെങ്കിൽ തലകുത്തി 3 മണിക്കൂർ നിൽക്കുന്നവനോ ഒക്കെ ആയിരിക്കും. അതല്ല പരമയോഗം, ഈ സമദർശനമാണ്. സമത്വം യോഗ ഉച്യത എന്ന് നേരത്തെ പറഞ്ഞു. അത് വേറെ സമത്വമാണ്. കാരണം അവിടെ കർമ്മ സംബന്ധമായി, കർമ്മയോഗ സംബന്ധമായിട്ടാണ് ആ നിർവചനം സ്ഥാനത്തിൽ വരുന്നത്. സ്ഥാനത്ത് നടത്തിയെടുത്താൽ ഒരു കുഴപ്പമില്ല. നോക്കൂ, ആത്മൗപമ്യേന ആത്മാ സ്വം ഏവ ഉപമീയത്തെ അനയ ഇതി ഉപമ തസ്യ ഉപമായാഹ ഭാവഃ ഔപമ്യം തേന ആത്മൗപമ്യേന സർവത്ര സർവഭൂതേഷു സമം തുല്യം പശ്യതി യഹ അർജുന സച കിം സമം പശ്യതി ഇതി ഉച്യത്തെ. യഥാ മമ സുഖം ഇഷ്ടം തഥാ സർവപ്രാണിനാം സുഖം അനുകൂലം വാ ശബ്ദഃ ചാർത്ഥേ. യദി വാ യച്ഛ ദുഃഖം മമ പ്രതികൂലം അനിഷ്ടം തഥാ യഥാ തഥാ സർവപ്രാണിനാം ദുഃഖം അനിഷ്ടം പ്രതികൂലം ഇത്യേവം ആത്മൗപമ്യേന സുഖദുഃഖേ അനുകൂല പ്രതികൂലേ തുല്യതയാ സർവഭൂതേഷു സമം പശ്യതി ന കസ്യചിത് പ്രതികൂലം ആചരതി അഹിംസകഃ ഇത്യർത്ഥഃ. യ ഏവം അഹിംസകഃ സമ്യക് ദർശനനിഷ്ഠഃ സഹ യോഗി പരമഃ ഉത്കൃഷ്ടഃ മതഃ അഭിപ്രേതഃ സർവയോഗിനാം മധ്യേ. ആത്മൗപമ്യേന ആത്മാ സ്വം സ്വയമേവ ഉപമീയത്തെ അനയാ ഇതി ഉപമാ തസ്യാഹ ഉപമായാഹ ഭാവഃ ആത്മൗപമ്യം തേന ആത്മൗപമ്യേന സർവത്ര സർവഭൂതേഷു സമം തുല്യം പശ്യതി യഹ അർജുന സഹ ച കിം സമം പശ്യതി ഇതി ഉച്യത്തെ. യഥാ മമ സുഖം ഇഷ്ടം തഥാ സർവപ്രാണിനാം സുഖം അനുകൂലം വാ ശബ്ദഃ ച അർത്ഥേ. യദി വാ യച്ഛ ദുഃഖം മമ പ്രതികൂലം അനിഷ്ടം യഥാ തഥാ സർവപ്രാണിനാം ദുഃഖം അനിഷ്ടം പ്രതികൂലം ഇത്യേവം ആത്മൗപമ്യേന സുഖദുഃഖേ അനുകൂല പ്രതികൂലേ തുല്യതയാ സർവഭൂതേഷു സമം പശ്യതി ന കസ്യചിത് പ്രതികൂലം ആചരതി അഹിംസകഃ ഇത്യർത്ഥഃ. യ ഏവം അഹിംസകഃ സമ്യക് ദർശനനിഷ്ഠഃ സ യോഗി പരമഃ ഉത്കൃഷ്ടഃ മതഃ അഭിപ്രേതഃ സർവയോഗിനാം മധ്യേ.
അപ്പോൾ ആത്മൗപമ്യേന, ആത്മാവുപമീയതയെ അനയ, യാതൊന്നിനെ കൊണ്ട് ആത്മാവ് ഉപമിക്കപ്പെടുന്നു അതാണ് ആത്മോപമ. അതിൻ്റെ ഭാവമാണ് ആത്മൗപമ്യം എന്ന് നേരത്തെ പറഞ്ഞു. എല്ലാത്തിലും എല്ലായ്പ്പോഴും തന്നെ പോലെ എല്ലാം കാണുക. അങ്ങനെയുള്ളതായ ആത്മൗപമ്യത്തോടുകൂടി സർവത്ര സർവഭൂതേഷു സമം തുല്യം പശ്യതി, സർവഭൂതങ്ങളിലും സമം കാണുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞതുമായിട്ടൊരു മാറ്റവും ഇല്ല. നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇനി ഇവിടുത്തെ അങ്ങോട്ട് കുറച്ച് മാറ്റമുണ്ട് നമ്മൾ പറഞ്ഞതുമായിട്ട്. നമ്മൾ പറഞ്ഞത് സുഖം, ദുഃഖം, മാന, അപമാനം, ശീതം, ഉഷ്ണം തുടങ്ങി ഏതവസ്ഥാവിശേഷങ്ങളിലും ഏത് ഭേദങ്ങളിലും ഭേദമില്ലാതെ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. അവിടെ സുഖം ദുഃഖം എന്നുള്ളതിന് ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞു, എനിക്ക് യാതൊന്നാണോ സുഖം അത് തന്നെയാണ് മറ്റുള്ളവർക്കും സുഖം, എനിക്ക് യാതൊന്ന് ദുഃഖമോ അത് മറ്റുള്ളവർക്കും ദുഃഖമാണ് എന്ന തിരിച്ചറിവോടുകൂടി ആരിലും ദോഷം വരുത്താതെ പെരുമാറുന്നവൻ, ദുഃഖം നൽകാതെ പെരുമാറുന്നവൻ എന്ന്. അപ്പം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എന്താണോ സുഖം അത് മറ്റുള്ളവർക്കും സുഖം എന്ന് കണക്കാക്കിയാൽ തെറ്റാ. കാരണം ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് സുഖം ഭേദമുള്ളതാണ്. അല്ല, അത് ആദ്യം പറഞ്ഞല്ലോ. ഇപ്പം പറയണത് വേറെ അർത്ഥത്തിലാണ്. അതായത് എനിക്ക് അനുകൂലം എന്താണോ അത് മറ്റുള്ളവർക്കും അനുകൂലം, എനിക്ക് പ്രതികൂലം എന്താണോ അത് മറ്റുള്ളവർക്കും പ്രതികൂലം എന്ന കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കെല്ലാം അനുകൂലം പ്രതികൂലം എന്നുള്ള ചിന്തയുണ്ട്. എനിക്കൊരാൾ പ്രതികൂലം ചെയ്താൽ അത് ദുഃഖകരമാണ്, അതുകൊണ്ട് മറ്റൊരാൾക്ക് പ്രതികൂലം ഞാൻ ചെയ്യരുത് എന്നേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരാൾ അനുകൂലം ചെയ്താൽ എനിക്ക് സുഖമുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് അനുകൂലം ചെയ്യണം എന്നേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വാച്യാർത്ഥം എടുത്താൽ തെറ്റും. എനിക്കെന്താണോ അനുകൂലം അത് മറ്റുള്ളവർക്കും അനുകൂലമാണെന്ന് വിചാരിച്ചാൽ തെറ്റാണത്. കാരണം ഓരോ വ്യക്തിക്കും അനുകൂല പ്രതികൂലങ്ങൾ ഭിന്നങ്ങളാണ്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കുക. എൻ്റെ പത്നി പ്രസവിച്ചു എന്ന് കേട്ടു. അങ്ങനെ വന്ന് കുട്ടീനെ കാണാൻ അത്യാഗ്രഹം, ലീവ് കിട്ടിയില്ല, ഒരു നിവൃത്തിയില്ല, പട്ടാളത്തിലാണ്, ഇപ്പോൾ പോകാൻ പറ്റില്ല. അങ്ങനെ വന്നു, ഒരുവിധം ലീവൊക്കെ കിട്ടി. അങ്ങ് വടക്കേ അറ്റത്താണ്. അവിടുന്ന് വന്നു. ഇപ്പോൾ വന്നിവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 5 ദിവസം യാത്ര ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ. എന്നിട്ടാണ് വരുന്നത്. എൻ്റെ പൊനേന്നും പറഞ്ഞ കുട്ടിയെ വാരി പുണരുകയാണ്. എന്താണ് ഇയാളുടെ അവസ്ഥ? സന്തോഷം. എൻ്റെ കുഞ്ഞിനെ ഞാൻ എടുത്ത് ഉമ്മ വയ്ക്കുകയാണ്, സന്തോഷം. കുഞ്ഞിൻ്റെ അവസ്ഥയോ? അങ്ങേയറ്റം സങ്കടം, ദുഃഖം. കാരണം അയാൾ ഷേവ് ചെയ്തിട്ട് ഒരു 6 ദിവസമായി, നല്ല കുത്തുന്നതാ. പൊട്ടിക്കരയാണ്. കാരണം ഈ താടി മുഴുവൻ കുത്തുകയാണ് കുട്ടിക്ക്. കുറെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പ്രശ്നമല്ല, പിന്നെ വേദനയാവില്ല. ഇതല്ല, ഒരു 5 ദിവസത്തെ താടിയാണ്, കൊച്ചു കുഞ്ഞാണ്. അപ്പൊ ഇയാൾക്ക് അനുകൂലമാണ്, കുഞ്ഞിനോ പ്രതികൂലമാണ്. ഇതുപോലെയല്ല. ഇതുപോലെ അനേക ദൃഷ്ടാന്തങ്ങൾ എടുത്തു നോക്കുക. അപ്പോൾ എനിക്ക് എന്താണ് അനുകൂലം അത് മറ്റുള്ളവർക്ക് അനുകൂലം എന്നുള്ള അർത്ഥം എടുക്കരുത്. അനുകൂലം എനിക്ക് വന്നാൽ സുഖമാണ്, അതുപോലെയാണ് അവർക്കും. അവർക്ക് അനുകൂലമായാൽ അത് സുഖകരമാണ്. അങ്ങനെ അത്രേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് യഥാ മമ സുഖം ഇഷ്ടം തഥാ സർവപ്രാണിനാം സുഖം അനുകൂലം. എല്ലാ പ്രാണികൾക്കും അനുകൂലമായതാണ് സുഖം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദുഃഖവും. യതിവായച്ച ദുഃഖം മമ പ്രതികൂലം അനിഷ്ടം. എനിക്ക് പ്രതികൂലമായത് എനിക്ക് അനിഷ്ടമാണ്, ദുഃഖമാണ്. അതുപോലെ മറ്റുള്ളവർക്കും അവർക്ക് പ്രതികൂലം എന്താണോ അത് ദുഃഖം നൽകുന്നതാണ്, അതുകൊണ്ട് ഞാൻ ആചരിക്കരുത് എന്ന്. അതിൽ സാമാന്യമായിട്ട് പറയാൻ പറ്റില്ല. അത് പറ്റുമോ? ഇല്ല. ചിലതൊക്കെ പറയാം, ഒരാൾ എന്നെ അടിച്ചാൽ എനിക്ക് ദുഃഖമാണ്, അതുകൊണ്ട് മറ്റൊരാൾ അടിക്കരുത്, അങ്ങനെ പറയാം. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അടിച്ചതും പറയാൻ വയ്യ. ഇവിടെ ഒരാൾ വന്നിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അപ്പോൾ സമയമില്ല കഥയൊന്നും പറയാം. ഒരമ്മ വന്നു, കുറച്ച് നേരം കഴിഞ്ഞ്, ഞാൻ ആദ്യമായിട്ട് കാണും, എനിക്ക് അധികം പരിചയമില്ല. അവർക്ക് ധാരാളം പരിചയം ഉണ്ടത്രേ, പ്രഭാഷണങ്ങൾക്കൊക്കെ വരാറുണ്ട്. വന്നു, എൻ്റെ ശ്രദ്ധയിൽ അവർ പെട്ടിട്ടില്ല. അപ്പം എന്താ വിഷയം വെച്ചാൽ, സ്വാമി എൻ്റെ ഭർത്താവിനെ ഒന്ന്
ഒന്ന് വിളിച്ച് ഒന്ന് ഉപദേശിക്കണം, സംസാരിക്കണം, എന്താ പറ്റിയെന്ന് മനസ്സിലാക്കണം. എന്താ പ്രശ്നം? കക്ഷിക്ക് എന്തോ ഒരു വയ്യായി ഉണ്ട് കുറച്ചായിട്ട്, എനിക്കൊരു തീരെ സുഖമില്ല. അപ്പം നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇയാൾ ദിവസവും വന്ന് മദ്യപാനം ചെയ്ത് ഇവരെ തെക്കും വടക്കും അടിക്കണതാ, ഇവരെ ഇടിക്കുക ഒക്കെ ചെയ്യും. അത് ഇവർക്കൊരു സുഖമായി മാറി കുറേ കാലം കഴിഞ്ഞപ്പോൾ. അപ്പം ദിവസം അടിയും കിട്ടണം. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ചങ്ങാതി അടിക്കുന്നുമില്ല, ഇടിക്കുന്നുമില്ല. എന്ത് പറ്റി പാവം? എന്തോ ഒരു മാറ്റം, എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. സത്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് സ്വാമി ഒന്ന് ഉപദേശിച്ച് അയാളെ നേരെയാക്കി വീണ്ടും അടിക്കുന്ന പരുവത്തിലാക്കി തരണം എന്നാണ് പറഞ്ഞേണ്ട സാധനം. ഇത് കിട്ടിയാലേ ശരിയാവുള്ളൂ ഇവർക്ക്. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കും. എന്ത്? അതെ, ഇത് സത്യമാണ്, കഥയല്ല, ഇത് ഉണ്ടായ സംഭവമാണ്. കാരണം ഈ ദിവസം കിട്ടി ശീലമായി, ഒരു വ്യായാമമായി അവർക്കത്. അപ്പൊ അത് കിട്ടാണ്ടായപ്പോ ദുഃഖം. എന്ത് പറ്റി അദ്ദേഹത്തിന്? എന്തായി? സ്വാമി ഒന്ന് ഉപദേശിച്ച് നേരെയാക്കിയാൽ നന്ന്. അപ്പൊ ഈ അനുകൂലം പ്രതികൂലം എന്നുള്ളതൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. ഏതായാലും പ്രതികൂലം ആചരിക്കാത്തവൻ അഹിംസക. മറ്റുള്ളവർക്ക് പ്രതികൂലം ആചരിക്കാത്തവനാണ് അഹിംസകൻ, ഹിംസ ചെയ്യാത്തവൻ. മറ്റുള്ളവർക്ക് പ്രതികൂലം ആചരിച്ചാൽ നമ്മൾ ഹിംസകനായി. അങ്ങനെയുള്ള ഇങ്ങനെ അഹിംസകനായ സമ്യക് ദർശന നിഷ്ഠ. വെറും അഹിംസകനായിട്ട് കാര്യമില്ല. ആ അഹിംസകൻ എവിടുന്ന് വരണം? അഹിംസ സമ്യക് ദർശനത്തിൽ നിന്ന് വരണം. അല്ലാണ്ടുള്ള ഹിംസ നല്ലതല്ല. മറ്റേ ഹിംസ നല്ലതല്ല, അത് ഒന്നിനും കൊള്ളായ്മയാണ് വേണമെങ്കിൽ. ഇത് സമ്യക് ദർശനത്തിൽ നിന്ന് വരുന്ന ഹിംസ. അങ്ങനെയുള്ള യോഗി പരമഃ ഉത്കൃഷ്ടഃ അഭിപ്രേതഃ സർവയോഗിനാം മധ്യേ. അപ്പം ഇവിടെ ഏറ്റവും പ്രാഥമികമായ ആസന ആഹാര വിഹാരാദി മുതൽക്ക് യോഗത്തിൻ്റെ പരമാവധിയായ ആത്മൗപമ്യം വരെ പറഞ്ഞു. അതിന് താഴോട്ട് അത്രയ്ക്ക് യോഗശാസ്ത്രത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഇതിന് മേപ്പെട്ടും യോഗശാസ്ത്രത്തിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം സമ്പൂർണമായ യോഗശാസ്ത്രം ഉപദേശിച്ചു കഴിഞ്ഞു ഭഗവാൻ. ഇനി ഇതിൻ്റെ വിശദീകരണമാണല്ല. അപ്പം അതിൽ ഇത്രയൊക്കെ കേട്ടപ്പോൾ അത് വളരെ തരക്കേടില്ല എന്നുള്ള മട്ടിലാണെല്ലാം ഉപദേശിച്ചിട്ടുള്ളത്. വളരെ അനായാസേന എന്ന മട്ടിലാണ് ഭഗവാൻ ഉപദേശിച്ചത്. അപ്പോൾ ഏതസ്യ യഥോക്തസ്യ സമ്യക് ദർശന ലക്ഷണസ്യ യോഗസ്യ ദുഃഖസമ്പാദ്യതാമാലക്ഷ്യ ശുശ്രൂഷുഹു ധ്രുവം തത് പ്രാപ്ത്യുപായം അർജുന ഉവാച. ഏതസ്യ യഥോക്തസ്യ സമ്യക് ദർശന ലക്ഷണസ്യ യോഗസ്യ ദുഃഖസമ്പാദ്യതാം ആലക്ഷ്യ ശുശ്രൂഷുഹു ധ്രുവം തത് പ്രാപ്ത്യുപായം അർജുന ഉവാച. അപ്പൊ ഏതസ്യ യോഗസ്യ, ഈ പറഞ്ഞ യോഗത്തിൻ്റെ ഏതാത്? യഥോക്തസ്യ സമ്യക് ദർശന ലക്ഷണസ്യ. സമ്യക് ദർശനമാണ്, ശരിയായ കാഴ്ചപ്പാടിനെയാണ് ഇവിടെ യോഗം എന്ന് ഉപദേശിച്ചത്. എല്ലാത്തിലും സമം ദർശിക്കുന്നു, ഒരു ദ്വന്ദ്വത്താലും ബാധിക്കപ്പെടാതിരിക്കുന്നു, എല്ലാവരിലും സമത്വ ദർശിക്കുന്നു. അങ്ങനെ പ്രശാന്തനായി സുഖദുഃഖ മാനാപമാന പൂജാപരിഭവ സ്തുതി നിന്ദാദി ദ്വന്ദ്വങ്ങളാൽ ബാധിക്കപ്പെടാതെ കഴിയുന്നു. അതാണ് ഇപ്പോൾ ഉപദേശിച്ച യോഗം. അതിലേക്കുള്ള വഴിയും പറഞ്ഞു, അതും പറഞ്ഞു. അപ്പം അത് ദുഃഖസമ്പാദ്യതാം ആലക്ഷ്യ. അത് എളുപ്പമല്ലല്ലോ എന്ന് മനസ്സിലാക്കി അർജുനൻ. ഇത് പറയാൻ എളുപ്പമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇപ്പുറത്ത് കുത്തിയാലോ? കുത്തൊന്നും വേണ്ട, നമ്മളൊന്ന് മൂത്രമൊഴിക്കാൻ അത്യാവശ്യം തോന്നി, എഴുന്നേറ്റ് പോയി, തിരിച്ചു വരുമ്പോൾ ആ സീറ്റിൽ വേറൊരാളായിരിക്കണത്. അപ്പോഴോ ഇവിടെ ആർക്കെങ്കിലും ഒരു പ്രത്യേക സീറ്റില്ല, ഹാളിൽ പ്രത്യേക സീറ്റ് ആർക്കും ഇല്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. നിശ്ചിത സമയത്ത് ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇല്ല. അത് നോട്ടീസിൽ അടിച്ചിട്ടുണ്ട്, നിശ്ചിത സമയം. ആ നിശ്ചിത സമയത്ത് ഇവിടെ സീറ്റ് ഒരാൾക്കുണ്ട്, വേറെ ആർക്കും ഇല്ല, എവിടെ ഇരിക്കാം.
അപ്പോൾ പുറത്ത് പോയി വന്നു, അതെൻ്റെ സീറ്റാണ്, നീ ആര്, നിന്നോടാരും പറഞ്ഞില്ലെങ്കിലും ഭാവം കൊണ്ട് എൻ്റെ സീറ്റിൽ നീ ആരിയിരുന്നു, ഭാവപ്രകടനം. എന്താ താല്പര്യം? ഇതാണ് വേദാന്ത കേൾക്കണത്. എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണ്. അതൊക്കെ പറച്ചില്ല, ശരി, നീ മാറിയിരിക്കേ. ഇതാണ് സ്ഥിതി. എന്തെങ്കിലും ഒരു പ്രതികൂലം എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി, ഒരാൾ ഒരു തെറി വിളിച്ചാൽ മതി, ചെറിയൊരു തെറി കഴിഞ്ഞു, അപ്പം കഴിഞ്ഞു, സംഘടനായി, എല്ലായി. അതുകൊണ്ട് ഇത് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അർജുനന് പിന്നെ സംശയം എന്താ? ധ്രുവം തത് പ്രാപ്ത്യുപായം ശുശ്രൂഷുഹു. ധ്രുവമായ നിശ്ചിതമായ തത് പ്രാപ്ത്യുപായം, അതിനെ പ്രാപിക്കുന്നതിനുള്ള, യോഗത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായത്തെ ശുശ്രൂഷുഹു, ശ്രോതും ഇച്ഛുഹു, കേൾക്കാൻ ഇച്ഛിക്കുന്നവൻ. എന്താണ് അതിനെ പ്രാപിക്കാനുള്ള നിശ്ചിതമായ മാർഗം, എങ്ങനെ പ്രാപിക്കാം എന്ന് കേൾക്കാൻ ഇച്ഛിക്കുന്നവൻ അർജുന ഉവാച. അർജുനൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാസ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാസ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഹേ മധുസൂദന, അല്ലയോ മധുസൂദന. ഇവിടെ ഭഗവത്ഗീത, മഹാഭാരതം ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അവിടെ പ്രതിപാദിക്കപ്പെട്ടവർ തമ്മിലുള്ള സംവാദങ്ങളും സംഭാഷണങ്ങളുമൊക്കെ ആണെങ്കിലും രേഖപ്പെടുത്തിയത് വ്യാസഭഗവാനാണ്. അത് ഓർമ്മിക്കണം. ഇതെന്തിനാ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും അർജുനൻ ശ്രീകൃഷ്ണനെ മധുസൂദനൻ എന്ന് വിളിക്കില്ല. കാരണം വിഷ്ണു ആണ് ശ്രീകൃഷ്ണൻ എന്ന ബോധം അർജുനനില്ല. ഇനി 11-ാം അധ്യായത്തിന് ശേഷം വിളിച്ചു വെച്ചാൽ തിരക്കേടില്ല, അതിനു മുമ്പ് എന്തായാലും വിളിക്കില്ല. ഇത് വിഷ്ണു പര്യായമാണ് മധുസൂദന എന്നുള്ളത്. മധു എന്ന അസുരനെ സൂദനം ചെയ്തവൻ അത് കൃഷ്ണനല്ല, വിഷ്ണുവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, വ്യാസഭഗവാനാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് വിഷ്ണു പര്യായങ്ങളെ കൊണ്ട് കൃഷ്ണനെ പറയും, അല്ലാതെ അർജുനൻ വിളിച്ച വാക്കല്ല ഇത് എന്ന്. ഹേ മധുസൂദന, യഹ യോഗഃ ത്വയാ പ്രോക്തഃ. യഹ അയം യോഗഃ ത്വയാ പ്രോക്തഃ. യഹ യാതൊന്ന്. യഹ ശരിക്കും പറഞ്ഞാൽ യാതൊന്നും എന്നല്ല, യാതൊരുവൻ എന്നാ പറയേണ്ടത്. യഹ എന്നുള്ളതിന് മലയാളത്തിൽ അർത്ഥം പറയേണ്ടത് യാതൊരുവെന്ന, കാരണം പുല്ലിംഗമാണ്. അയം എന്ന് പറഞ്ഞാൽ ഇവൻ. യോഗശബ്ദം പുല്ലിംഗമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യോഗശബ്ദം പുല്ലിംഗത്തിൽ യോഗഃ എന്നും നപുംസകലിംഗത്തിൽ യോഗം എന്നും രണ്ടും പ്രയോഗിക്കാം. രണ്ട് ലിംഗമേ ഉള്ളൂ, സ്ത്രീലിംഗത്തിലുള്ള പ്രയോഗം ഇല്ല യോഗശബ്ദത്തിന്. യോഗ എന്ന പ്രയോഗം ഇല്ല.
യോഗ എന്ന് പ്രയോഗിച്ചാൽ സ്ത്രീലിംഗായി. അതില്ല. പിന്നെ ഉണ്ട്, യോഗ എന്ന് തെറ്റാന്ന് പറയരുത്. യോഗ എന്ന് യോഗം ചെയ്യുന്നവൻ യോഗം, യോഗ എന്നർത്ഥമുണ്ട്. യോഗത്തെ അനുഷ്ഠിക്കുന്നവൻ ആര്? യോഗി എന്ന് പറയുന്ന പോലെ യോഗ എന്ന് പറയാം ഭാഷാപരമായിട്ട്. അങ്ങനെ യോഗ എന്ന് വന്നാൽ അത് അച്ച് ചേർന്നിട്ടാണ് യോഗ ആയത്. അച്ച് പുല്ലിംഗത്തിൽ വന്നാൽ സ്ത്രീലിംഗത്തിൽ ടാപ്പ് വന്നിട്ട് യോഗ എന്നാവാം. അപ്പൊ എന്താ അർത്ഥം വരിക? യോഗം ചെയ്യുന്നവൾ എന്ന് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം. യോഗ എന്ന് നീട്ടി പറഞ്ഞാൽ യോഗം ചെയ്യുന്നവൾ എന്നായി മാറും അർത്ഥം. ശരി. അപ്പോ യാതൊരു യോഗം ത്വയാ പ്രോക്ത, നിന്നാൽ പറയപ്പെട്ടു. എവിടെ? ഈ അധ്യായത്തിൽ ആരംഭം തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസീച്ച യോഗീച്ച മുതൽക്ക് ഇങ്ങോട്ട് ദാ ഇപ്പ വരെ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന എന്നതുവരെ യാതൊരു യോഗം നിന്നാൽ പറയപ്പെട്ടോ ഹേ കൃഷ്ണ, ഏതസ്യ ഇതിൻ്റെ സ്ഥിരാം സ്ഥിതിം സ്ഥിരമായ സ്ഥിതിയെ ന പശ്യാമി അഹം, ഞാൻ കാണുന്നില്ല. ഇത് വല്ലപ്പോഴൊക്കെ ശരി, ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലൊരിക്കലോ ഒക്കെ ഇതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതെപ്പോഴും സ്ഥിരമായിട്ട് യോഗത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല. യോഗത്തോട് വിയോഗമാണ് എനിക്ക് സംഭവിക്കുന്നത്. ദുഃഖത്തോടുള്ള വിയോഗമാണ് യോഗം എന്ന് പറഞ്ഞു. എനിക്ക് സംഭവിക്കുന്നത് യോഗവിയോഗം ആണ്. ദുഃഖവിയോഗമാണ് യോഗം എന്ന് ഭഗവാൻ പറഞ്ഞെങ്കിൽ എനിക്ക് സംഭവിക്കുന്നത് യോഗവിയോഗമാണ്. അപ്പം എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഇതിൻ്റെ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല. നീ പറഞ്ഞൊക്കെ ശരി തന്നെ, ഇതൊക്കെ സംഗതി ഉള്ളത് തന്നെയാണ്. അപ്പോഴോ എന്തുകൊണ്ട് അർജുന? അത് ചഞ്ചലത്വാത്, ചഞ്ചലത്വം കൊണ്ട്, ഇളക്കം കൊണ്ട്. അർജുന എനിക്ക് മനസ്സിലായില്ല, എന്തിൻ്റെ ഇളക്കം? ഇളകണത് കൊണ്ട് യോഗത്തിന്റെ സ്ഥിതി മനസ്സിലാവണില്ല എന്ന് നീ പറഞ്ഞല്ലേ, എന്തിൻ്റെ ഇളക്കാ നീ ഉദ്ദേശിച്ചത്? അപ്പൊ പറയുന്നു ഹീ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കൃഷ്ണ. ഹേ കൃഷ്ണ, വീണ്ടും വിളിച്ചു. രണ്ട് സംബോധനയായി, മധുസൂദന കൃഷ്ണ. ഇത് അർജുനൻ വിളിച്ചിട്ടുണ്ടാവും കൃഷ്ണ എന്ന്. ഹേ കൃഷ്ണ, ഹി നിശ്ചയമായും മനഃ ചഞ്ചലം, മനസ്സ് ചഞ്ചലമാണ്. നമ്മുടെയൊക്കെ മനസ്സ് അതീവ ചലശീലമാണ്, ചഞ്ചലം. ചഞ്ചലം മാത്രമല്ല, പ്രമാധിയും കൂടിയാണ്. പ്രമാധി എന്ന് പറഞ്ഞാൽ പ്രമഥനം ചെയ്യുന്നത്. നമ്മളിട്ട് കടയാണ്, തൈര് കടയണ പോലെ വട്ടം കറക്കണത്, പ്രമഥനം ചെയ്യുന്നത്. പ്രമഥനം ചെയ്യുന്നതാണ് മനസ്സ്. എവിടേക്കായിട്ട് വട്ടം കറക്കണമെന്ന് അറിയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കറക്കിക്കൊണ്ടിരിക്കുക. അതെ, അത് തന്നെയാ മഥനം ചെയ്യാനല്ലേ പ്രമഥനം എന്ന് പറഞ്ഞേ. കുറച്ചും കൂടി ഒരു ഒരു പ്രാന്ന് കൂട്ടിയില്ലേ, അതുപോലെ മഥനത്തെക്കാൾ ഒന്നും കൂടി നന്നാക്കി പറഞ്ഞില്ലേ. പാലാഴിയൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയോ? തൈര് പറഞ്ഞാൽ അറിയില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. പാലാഴി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതൊക്കെ ഉപ്പുള്ള അഴിയാണ്. ഉപ്പ് ഉള്ള, നീലവർണ്ണമുള്ള, ചെളിവർണ്ണമുള്ള, പച്ചവർണ്ണമുള്ള ഒക്കെ സമുദ്രം കണ്ടിട്ടുണ്ട്. പാലാഴി ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് മറ്റത് എനിക്ക് ആ ദിവസവും കാണുന്നുണ്ട്. അപ്പോൾ പ്രസിദ്ധമായത് പറയണതല്ലേ സുഖം. അതാണ് തൈര് കടയണ പോലെ എന്ന് പറഞ്ഞാൽ, മറ്റേ പാലാഴി കടയണ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പാലാഴി സ്വാമി എവിടെയാണ്, സ്വാമി കണ്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പ്രശ്നമായി. ഞാൻ കണ്ടിട്ടില്ല പറയേണ്ടി വരും. എന്താ നല്ലത്, ഞാൻ കണ്ടിട്ടുണ്ട്.
ഇടയ്ക്ക് പോയിട്ട് കടയാറുമുണ്ട്. ആണ് ഏ ഏതായാലും കൃഷ്ണൻ അങ്ങനത്തെ വിഡ്ഢിത്തരൊന്നും പറയില്ല. അപ്പോ പ്രമഥനം ചെയ്യുന്ന ശീലത്തോടു കൂടിയ, അതും ബലവത്. എങ്ങനെയാണ്? മെല്ലൊന്നുമല്ല. ഈ മുത്തശ്ശിമാര് തൈര് കടയണത് വളരെ പതുക്കെയായിരിക്കും, എന്നാലേ വെണ്ണ ശരിക്ക് കിട്ടൂ. നമുക്കെന്താണ്? നമുക്ക് തിരക്കാണ്, സമയമില്ല. അപ്പൊ നമ്മൾ ശക്തിയിൽ കടയും. വെണ്ണ മുഴുവൻ കിട്ടണമെങ്കിൽ ശക്തിയിലല്ല കടയേണ്ടത്, പതുക്കെയാണ്. പതുക്കെ കടയണം, അപ്പൊ ശരിക്ക് വെണ്ണ വരും. അതെ, ഇത് അതുപോലെയല്ല, ഇത് ബലവത്താണ്. ദൃഢമായിട്ട്. അതാണ് മനസ്സിന്റെ ഒരു സ്വഭാവം. പിടിച്ച് വട്ടം കറക്കുകയാണ്. എങ്ങനെയൊക്കെയാ കറക്കണം, എന്തിലേക്കാ കറക്കണം എന്ന് പറയാൻ വയ്യ. അങ്ങനെയുള്ളതായ മനസ്സിന്റെ തസ്യ നിഗ്രഹം എന്നുള്ളതിനെ, നിഗ്രഹിക്കുന്നതിനെ, അഹം ഞാൻ, മന്യേ വിചാരിക്കുന്നു. എങ്ങനെ? വായോരിവ സുദുഷ്കരം. വായുപ്രവാഹത്തെ ബന്ധിക്കുന്നത് പോലെ ദുഷ്കരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായുപ്രവാഹം, കാറ്റ്, കൊടുങ്കാറ്റിനെ ബന്ധിക്കാൻ പറ്റുമോ? അതുപോലെയാണ് മനസ്സിനെ ബന്ധിക്കണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നീ വളരെ എളുപ്പമായിട്ടൊക്കെ സമഭാവത്തിൽ പറഞ്ഞു. ഈ സമഭാവത്തിൽ പറഞ്ഞ എല്ലാത്തിലും സമം ദർശിക്കുക എന്നൊക്കെ നീ പറഞ്ഞത് അത്ര അങ്ങോട്ട് ഉറച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തുറന്നു പറയുകയാണ്. വായോരിവ സുദുഷ്കരം. ഇവിടെ വായോരപി സുദുഷ്കരം എന്നാ ശരിക്കും പറയേണ്ടത്. വായോരിവ എന്നല്ല. വായുവിനേക്കാൾ, കൊടുങ്കാറ്റിനെ ബന്ധിക്കുന്നതിനേക്കാൾ ക്ലേശമാണ് മനസ്സിനെ ബന്ധിക്കുന്നതെന്നാ പറയേണ്ടത്. ഭഗവാസിഷ്ടത്തില് അപ്പി അബ്ധിപാനാത് മഹതഃ സുമേരൂന്മൂലനാദപി അപ്പി വന്യശനാത് സാധു വിഷമശ്ചിത്ത നിഗ്രഹ. അപ്പി അബ്ധിപാനാത് മഹതഃ, മഹാസമുദ്രത്തെ കുടിക്കുന്നതിനേക്കാൾ. മഹാസമുദ്രത്തെ കുടിച്ച് പറ്റിക്ക് എളുപ്പമാണോ? അല്ല, അതിനേക്കാൾ പണിയാണ്. സുമേരുന്മൂലനാദപി, സുമേരുപർവ്വതത്തെ ഉന്മൂലനം ചെയ്യുന്നതിനേക്കാൾ. സുമേരുപർവ്വതം നമ്മളാരും കണ്ടിട്ടില്ല, എന്നാലും കേട്ടറിവുണ്ട്, വലുതാണ്. അതിനെ പുഴക്കിയെടുക്കുന്നതിനേക്കാൾ. അപ്പി വന്യശനാത്, അഗ്നിയെ ഭക്ഷിക്കുന്നതിനേക്കാൾ. എല്ലാരെയും ഭക്ഷിക്കുന്ന ആളാണ് അഗ്നി. അപ്പൊ അഗ്നിയെ ഭക്ഷിക്കാൻ പോയാലോ? സാധ്യമല്ല. അഗ്നിയെ നമ്മൾ ഭക്ഷിക്കാൻ നോക്കുമ്പോൾ അഗ്നി നമ്മളെ ഭക്ഷിക്കും. നമുക്ക് അഗ്നിയെ ഭക്ഷിക്കാൻ സാധ്യമല്ല. അപ്പി വന്യശനാത് സാധോഹോ, സാധുവിന് വിഷമശ്ചിത്ത നിഗ്രഹ. ചിത്തനിഗ്രഹം, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇതിനേക്കാളൊക്കെ പണിയാണ്. ആർക്ക്? സാധുവിന് പോലും. അപ്പൊ പിന്നെ അസാധുവിന്റെ കഥ പറയാനുണ്ടോ? സാധു ശ്രേഷ്ഠനാണ്, ശ്രേഷ്ഠനായ ആൾക്ക് പോലും ഇത്ര പണിയാണ്. അപ്പൊ അസാധുവിന്റെ കഥ എന്താ? അതുകൊണ്ട് ഇവിടെ വായോരപ്പി എന്നാണ് പറയേണ്ടതെന്ന് അഭിപ്രായം. ശരി. യഹ അയം യോഗഃ ത്വയാ പ്രോക്തഃ സാമ്യേന സമത്വേന ഹേ മധുസൂദന ഏതസ്യ യോഗസ്യ അഹം ന പശ്യാമി ന ഉപലഭേ ചഞ്ചലത്വാദ് മനസഃ കിം സ്ഥിരാം അചലാം സ്ഥിതിം പ്രസിദ്ധമേതത് ചഞ്ചലം ഹി മനഃ കൃഷ്ണ ഇതി
കൃഷതേഃ വിലേഖനാർത്ഥസ്യ രൂപം ഭക്തജന പാപാദി ദോഷാകർഷണാത് കൃഷ്ണഃ ന കേവലം അത്യർത്ഥം ചഞ്ചലം പ്രമാധി ച പ്രമഥനശീലം പ്രമഥ്നാദി ശരീരം ഇന്ദ്രിയാണി ച വിക്ഷിപതി പരവശീകരോതി കിഞ്ച ബലവത് ന കേനചിത് നിയന്തും ശക്യം കിഞ്ച ദൃഢം തന്തുനാഗവത് അച്ഛേദ്യം തസ്യ ഏവം ഭൂതസ്യ മനസഃ അഹം നിഗ്രഹം നിരോധം മന്യേ വായോഃ ഇവ യഥാ വായോഃ ദുഷ്കരഃ നിഗ്രഹഃ തതഃ അപി മനസഃ ദുഷ്കരം മന്യേ ഇത്യഭിപ്രായഃ. യഹായം യോഗഃ ത്വയാ പ്രോക്ത, ത്വയാ പ്രോക്തഃ നിന്നാൽ പറയപ്പെട്ടതായ യഹ അയം ഈ യാതൊരു യോഗമുണ്ടോ. എങ്ങനെയാ പറയുന്നത് ഭഗവാൻ? സാമ്യേന സമഭാവം, എല്ലാവരിലും സമം കാണുക എന്നുള്ളതായ സമത്വമാർന്ന് യാതൊരു യോഗം നിന്നാൽ പറയപ്പെട്ടിട്ടുണ്ടോ. ഹേ മധുസൂദന, ഹേ മധുസൂദന, മധുവെ കൊന്നവനെ, ഈ യോഗത്തിൻ്റെ ഏതസ്യ യോഗസ്യ, ഈ യോഗത്തിൻ്റെ സ്ഥിരമായ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല. ന പശ്യാമി ന ഉപലഭേ, ലഭിക്കുന്നില്ല. ചഞ്ചലത്വാത്, ചഞ്ചലത്വം കൊണ്ട്. എന്തിൻ്റെ ചഞ്ചലത്വം കൊണ്ട്? മനസ്സഹ, മനസ്സിൻ്റെ ചഞ്ചലത്വം കൊണ്ട്. കിം, എന്ത് ലഭിക്കണില്ല? സ്ഥിരാം സ്ഥിതിം, അചലമായ സ്ഥിതിയെ ലഭിക്കുന്നില്ല. പ്രസിദ്ധം ഏത്, ഇത് വളരെ പ്രസിദ്ധ എന്നാണ് ഭാഷ്യകാരൻ പറയണത്. മനസ്സിങ്ങനെ ചഞ്ചലമാണെന്നുള്ളതും അതുകൊണ്ട് സമദർശനം സാധിക്കണില്ല എന്നുള്ളതും പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയണ തന്നെയാണത്. അപ്പം എല്ലാവർക്കും വേണ്ടി അർജുനൻ ചോദിച്ചതാ, അർജുനൻ്റെ മാത്രം വിഷമല്ലത്. ചഞ്ചലം ഹി മനഃ, മനസ്സ് അതീവ ചഞ്ചലമാണ്. കൃഷ്ണ, കൃഷ്ണ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശൈലിക്ക് എല്ലായിടത്തും ഒരു സമാനതയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സമയത്തെ മൂഡനുസരിച്ചാണ് ഓരോന്ന് പറയുക, അത് ശ്രദ്ധിക്കണം. പക്ഷെ പറയുന്നതിന് പ്രമാണയുക്തമായിട്ടേ പറയൂ. പദമെടുക്കും, ആ പദത്തിൻ്റെ അർത്ഥം പറയും, വിശദീകരിക്കും, വരാവുന്ന എതിർപ്പുകളെ ചൂണ്ടിക്കാണിച്ചതിന് മറുപടി പറയും. അങ്ങനെയാണ് ഭാഷ്യത്തിൻ്റെ ശൈലി. പിന്നെ അതിനെ സമർത്ഥിക്കണമെങ്കിൽ ആദ്യം ശ്രുതി പറയും, പിന്നെ സ്മൃതി പറയും, പിന്നെ ന്യായം പറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി. പക്ഷെ എല്ലായിടത്തും ഒരു രീതി, ചിലപ്പോൾ പദത്തിന് അർത്ഥം പറയാണ്ട് വിടും, ചിലപ്പോൾ പദത്തിന് അർത്ഥം പറയും. അതൊക്കെ അപ്പം തോന്നുന്ന അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണ ശബ്ദം കണ്ടപ്പോൾ ഉടനെ അർത്ഥം പറയുക. എന്താ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ? കൃഷതേഹേ വിലേഖനാർത്ഥസ്യ രൂപം. കൃഷുധാതുവിന് വിലേഖനം എന്നാണ് അർത്ഥം. കൃഷിഭൂവിലേഖന എന്നാ ധാതു. വേറെയും ധാതുവുണ്ട്, കൃഷി കർഷണം, ആകർഷണം എന്നുള്ളത്. അപ്പോൾ ഭൂവിലേഖനം എന്ന് പറഞ്ഞാൽ ഭൂമിയിലിരുന്ന് എഴുതുകയല്ല, പിന്നെന്താ, ഉഴുക. ഭൂമി ഉഴുന്നതിനാണ് ഭൂവിലേഖനം എന്ന് പറയുക. കലപ്പ കൊണ്ടാണ് വിലേഖനം ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ്. അങ്ങനെ കൃഷി ചെയ്യുന്നവനാരും അവൻ കർഷകൻ. ക്ഷീരകർഷകന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കോഴിക്കർഷകന്മാർ ഇല്ലേ, ഇല്ല, പന്നിക്കർഷകന്മാർ. എങ്ങനെയാത്? അവരെന്താ ചെയ്യണ? ആകർഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ശരിയാ. ഇവിടെ കൃഷി ഭൂവിലേഖന എന്നുള്ള അർത്ഥത്തിലാണ് കൃഷിക്കാരെന്ന് പറയണത്. അപ്പോ ക്ഷീരകർഷകനാരാ? ചിന്തിച്ചു, ഓരോ വാക്ക് എന്തൊരു കഷ്ടം. ഇത്ര സുന്ദരമായ ഒരു ഭാഷയെ ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ
ഇതിനൊരു കയ്യും കണക്കും വേണ്ടേ? കഷ്ടം. എന്തോ ആട്ടെ, നമ്മളെങ്കിലും ഭാഷ ശുദ്ധമായി പ്രയോഗിക്കണം. ക്ഷീരകർഷകൻ, മത്സ്യകർഷകൻ, പന്നിക്കർഷകൻ, കോഴിക്കർഷകൻ, കർഷകൻ കർഷകൻ, ഇത്രയേ ഉള്ളൂ. കർഷകൻ കർഷകൻ. ഭൂമി ഉഴുത്, ഭൂമിയിൽ കൃഷി ചെയ്ത്, ഇനി ഉഴുതോളണം എന്നില്ല, കൈക്കോട്ട് കൊണ്ട് കൊത്തിയാലും മതി, എന്നാലും ആയി. അങ്ങനെ ഭൂമിയിൽ വിത്തിറക്കുന്നവനാണ് കർഷകൻ. തെറ്റായി പദം പ്രയോഗിക്കരുത്. ശരി. അപ്പൊ അങ്ങനെ കൃഷി ചെയ്യുന്നവനാണ് കൃഷ്ണൻ. എന്ത് കൃഷിയാ ചെയ്യുന്നത്? ഭക്തജന പാപാതിദോഷാകർഷണാത്. ഭക്തജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പാപം തുടങ്ങിയവയെ ഉഴുതുമറിക്കുന്നവനാണ് കൃഷ്ണൻ. ഈ അർത്ഥം ഇവിടെ കൊടുക്കണം. കൃഷ്ണൻ അനേക അർത്ഥങ്ങളുണ്ട്. കൃഷ്ണൻ എന്നുള്ളതിന് അനേക അർത്ഥങ്ങളുണ്ട്. കൃഷ്ണശബ്ദത്തിന്റെ ഒന്നാമത്തെ അർത്ഥം കൃഷ്ണവർണ്ണത്തോടു കൂടിയവൻ, കറുത്ത വർണ്ണത്തോടു കൂടിയവൻ. ആരുടെ വർണ്ണം കറുപ്പാണോ അവനാണ് കൃഷ്ണൻ. ഇരുണ്ട വർണ്ണമുള്ളവൻ. 2, കൃഷിക്കാരൻ, കൃഷി ചെയ്യുന്നവൻ, ഈ പറഞ്ഞ അർത്ഥം. അല്ലെങ്കിൽ സകല ജീവങ്ങളും അവരുടെ ശരീരങ്ങളാകുന്ന കൃഷിയിടത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യഥാകർമ്മം ഫലം കൊടുക്കുന്ന ഈശ്വരൻ, കൃഷിക്കാരൻ. അല്ലെങ്കിൽ ആകർഷിക്കുന്നവൻ, തൻ്റെ മോഹന ലീലകളെ കൊണ്ട് എല്ലാ ഭക്തന്മാരെയും അല്ലാത്തവരെയും ആകർഷിക്കുന്നവൻ, തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. അതുമല്ലെങ്കിൽ സംഹാരകാലത്ത് സകല ജീവരാശിയെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, മഹാപ്രളയത്തിൽ. അതൊക്കെ ഇപ്പോൾ വാക്കുകൾ തെറ്റായി ഉപയോഗിച്ചിട്ട് പറയാൻ തന്നെ തോന്നണില്ല. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായാലും പ്രളയം എന്ന് പറയുന്ന കാല. ചിലരൊക്കെ പ്രസംഗിക്കുന്നുണ്ട് 2018 മഹാപ്രളയത്തിൽ. എടാ മഹാഭാവി, എന്തൊരു കഷ്ടം. 2018 മഹാപ്രളയം ഉണ്ടായോ? വെള്ളപ്പൊക്കം ഉണ്ടായത്. പ്രളയം ഉണ്ടായാൽ നീ ഞാനും ഉണ്ടാവുമോ? ഭാഷ വലിയ സങ്കടം തോന്നും, വലിയ സങ്കടം. വെള്ളപ്പൊക്കത്തിന് പ്രളയം എന്ന് പറഞ്ഞാൽ പ്രളയത്തിന് എന്ത് പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടാണ്. ഇനി കൃഷി, അസ്തിത്വം, ഉണ്മ. നഹ ആനന്ദസൂചകമായ ശബ്ദമാണ്. കൃഷിഭൂവാചക പ്രോക്തോ നശ്ച നിർവൃതിവാചക. അപ്പം അവ രണ്ടും ചേർന്നാൽ സദാനന്ദൻ, സത്വം ആനന്ദവുമായവൻ, ഉണ്മയും ആനന്ദവും സ്വരൂപമായവൻ ആരോ അവനാണ് കൃഷ്ണൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പല തലങ്ങളിൽ പറയാം. ശരി, ഏതായാലും ഹേ കൃഷ്ണ, ന കേവലം അത്യർത്ഥം ചഞ്ചലം. ഇത് മനസ്സ് ചഞ്ചലമാണെന്ന് മാത്രമല്ല, പിന്നെയോ പ്രമാധീച്ച, പ്രമഥനശീലം, പ്രമഥനാദി. ശരീരം ഇന്ദ്രിയാണിച്ച, ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം വട്ടം കറക്കും ഈ മനസ്സ്. അതിന്റെ കറക്കല്ലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇന്ദ്രിയാണിച്ച വിക്ഷിപതി പരവശീകരോതി. നമ്മളെ പരവശന്മാരാക്കുന്നു മനസ്സ്. കിഞ്ച ബലവത്, മാത്രമല്ല ബലവത് ന കേനചിത് നിയന്തും ശക്യം. വേറുള്ളവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാണ് മനസ്സിന്റെ കളി. ഏതുപോലെ? ദൃഢം, ദൃഢമാണ്. തന്തുനാഗവത്, തന്തുനാഗം പോലെ. തന്തുനാഗം എന്ന് പറഞ്ഞാൽ ഒക്ടോപ്പസ്, എന്താണ് പറയണത്? നീരാളി. അത് തന്നെ, അതാണ്. അത് വരിഞ്ഞ് മുറുക്കിക്കഴിഞ്ഞാൽ നിവൃത്തിയില്ല. സമുദ്രത്തിൽ ഈ തന്തുനാഗം നമ്മളെ പിടിച്ചങ്ങോട്ട് അമർത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ ദൃഢം.
അതിനെയും ശാപ്പാട് കഴിക്കും മനുഷ്യൻ, അത് വേറെ കാര്യം. മനുഷ്യൻ അതിനെയും പിടിക്കും. മനുഷ്യൻ ശാപ്പാടാത്തൊന്നുമില്ല. സിദ്ധിനാഥാനന്ദ സ്വാമികൾ തമാശ പറയായിരുന്നു, ഭഗവാനും 3 വിഡ്ഢിത്തം പറ്റിയെന്ന്. മത്സ്യമായിട്ട് അവതരിച്ചു, മനുഷ്യൻ പിടിച്ചു തിന്നു. കൂർമ്മയായിട്ട് അവതരിച്ചു, മനുഷ്യൻ പിടിച്ചു തിന്നു. പിന്നെ വരാഹായിട്ട് അവതരിച്ചു, മനുഷ്യൻ പിടിച്ചു തിന്നു. എന്നാ പിന്നെ ഇനി പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നരസിംഹമായി. അതോടെ മനുഷ്യൻ നിർത്തി. ഭഗവാന് പറ്റിയ 3 വിഡ്ഢിത്തം അതാണത്രേ. നല്ല നല്ല മൂടുള്ള സമയത്ത് വേറെ ആരും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ തമാശയൊക്കെ പറയും. പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഗൗരവമായിട്ട് ഇങ്ങനെ തമാശയൊന്നും പറയില്ല. തസ്യ ഏവം ഭൂതസ്യ മനസ്സഃ, അങ്ങനെയുള്ള മനസ്സിന്റെ നിഗ്രഹം, നിരോധം, അഹം മന്യേ, ഞാൻ വിചാരിക്കണോ. എങ്ങനെ വിചാരിക്കണോ? വായോഹോ ഇവ, കൊടുങ്കാറ്റ് പോലെ. യഥാ വായോഹോ ദുഷ്കരഹ നിഗ്രഹ, വായുവിന്റെ നിഗ്രഹം ദുഷ്കരമാണ്. തതഃ അപി, ഭാഷ്യകാരൻ അപിയാ പറഞ്ഞത്, ഇവ എന്നുള്ളതിന് അപി പറഞ്ഞു. അതിനേക്കാൾ പ്രയാസമാണ് മനസ്സഹ നിഗ്രഹം ഇതി മന്യേ ഇത്യഭിപ്രായ എന്നാണ് അർജുനന്റെ അഭിപ്രായം. എന്താ എത്ര പേരാ സമയം നോക്കണതോ, സമയം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നിർത്താത്ത ഇത് തന്നെയാണ് മനസ്സിന്റെ കളി. ഇതിപ്പോ ഭഗവാൻ കാണിച്ചു തരാണതേ. കുറെ പേരൊക്കെ നോക്കും, ചിലർ ഒളിഞ്ഞു നോക്കണ്ടെന്ന് സ്വാമി കാണാനും പാടില്ല, എന്നാ നോക്കുകയും വേണം. അങ്ങനെ നോക്കണ ബിരുദന്മാര്, നേരെ മര്യാദയ്ക്ക് നോക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അതാരുടെ കളിയാ? സ്വാമി വിശന്നിട്ടാണ്. അതാര് വിശപ്പാരാ പറഞ്ഞതെന്ന്? മനസ്സാ പറഞ്ഞെന്ന്. ആര് പറയില്ല. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.